മലപ്പുറത്ത് പെയ്ത മഴയിൽ സംസ്ഥാനത്ത് പരക്കെ നാശനഷ്ടങ്ങൾ. പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിൽ. മരം വീണ് വൈദ്യുതി ബന്ധം തകരാറിൽ. ഇത് ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു. പലയിടത്തും ഷട്ടറുകൾ തുറന്നു. നീരൊഴുക്ക് കൂടിയാൽ കൂടുതൽ വെള്ളം തുറന്നുവിടും. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ട്രെയിനുകളും വൈകുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള കോഴിക്കോട് ജനശതാബ്ദി പുറപ്പെടാൻ 3 മണിക്കൂർ വൈകും. ട്രാക്ക് ക്ലിയർ ആക്കിയെങ്കിലും ഗതാഗതം സാധാരണ നിലയിലാകാൻ ഉച്ചയാകും. റോഡുകളിലും ഗതാഗത തടസ്സം. മണ്ണിടിഞ്ഞ ധനുഷ്കോടി ദേശീയപാതയിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നു. PV അൻവർ മുന്നണിയിലാകുമോ എന്ന് ഇന്നറിയാം. UDF നേതൃയോഗം നിലമ്പൂരിൽ. നിരുപാധികം ഷൗക്കത്തിനെ പിന്തുണയ്ക്കുകയും പ്രസ്താവനകൾ പിൻവലിക്കുകയും ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. ഘടകകക്ഷിയാക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ അൻവർ. രാവിലെ 9-ന് വാർത്താ സമ്മേളനം. നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. തീരുമാനം CPM സെക്രട്ടേറിയറ്റിൽ. പാർട്ടി ചിഹ്നത്തിലല്ലെങ്കിൽ ഷെറോണ റോയിയെ P. ഷബീറോ സ്ഥാനാർത്ഥിയാകും. സ്വതന്ത്രനെങ്കിൽ M. തോമസ് മാത്യുവോ ഷിനാസ് ബാബുവോ മത്സരിക്കും. NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാടിനെയും ഇന്ന് പ്രഖ്യാപിക്കും. അതിർത്തി സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കശ്മീരിൽ. പാക് ഷെല്ലുകൾ വീണ പൂഞ്ച് മേഖലയിൽ സന്ദർശനം. മരിച്ചവരുടെ കുടുംബങ്ങളെയും കാണും. ഇന്നലെ രാത്രി ഉന്നതതല യോഗം വിളിച്ചു. ഓപ്പറേഷൻ ഷീൽഡ് 2ാം സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നാളെ. പഞ്ചാബ് കിങ്സിനെ തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. IPL ഫൈനലിൽ ജയം. 8 വിക്കറ്റിന് 60 പന്ത് ശേഷിക്കെ ലക്ഷ്യം കണ്ടു. RCB ഫൈനലിലെത്തുന്നത് 4ാം തവണ. എലിമിനേറ്ററിൽ ഇന്ന് മുംബൈ ഗുജറാത്ത് പോരാട്ടം.